തൃശൂർ അന്തിക്കാട് നടന്ന വൻ കവർച്ചയുടെ ചുരുളഴിയുകയാണ്. പാലക്കാട് പട്ടാമ്പിയിൽ നിന്നെത്തിയ സംഘത്തിനാണ് 16 ലക്ഷം രൂപ നഷ്ടമായത്. പട്ടാമ്പി വിളയൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം മുഹമ്മദ് റഫിയുടെ നേതൃത്വത്തിലാണ് സംഘം പണവുമായി അന്തിക്കാട് എത്തിയത്. പണം ഡോളറാക്കി മാറ്റാനായിരുന്നു ശ്രമം. കുഴൽപ്പണ ഇടപാട് കേസിലെ പ്രതി രഞ്ജിത്താണ് ഇവരെ വിളിച്ചു വരുത്തിയത്. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് സംഘത്തെ വിളിച്ചു വരുത്തി ആദ്യം പെപ്പർ സ്പ്രേയും പിന്നീട് ആയുധവും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. രഞ്ജിത്ത് ഉൾപ്പെടെ 8 പേരായിരുന്നു അക്രമി സംഘത്തിലുള്ളത്. പ്രതികളെ കണ്ടെത്താൻ റൂറൽ SP പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, ഇത്രയും പണവുമായി ഒരു സംഘം വരുന്നു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കൃത്യമായി അക്രമി സംഘത്തിനുണ്ടാകുന്നു. ആളൊഴിഞ്ഞ ഇടത്തേക്ക് വിളിച്ചു വരുത്തി ആക്രമിച്ച് ഈ പണം കൈക്കലാക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു സംഭവമാണ്. മാധു, ഇന്നലെ രാത്രി ഏകദേശം 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. അന്തിക്കാടിനും അതുപോലെ തന്നെ തൃപ്രയാറിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് 16 ലക്ഷം രൂപയുമായി എത്തിയ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആ പണം തട്ടിയെടുക്കുന്നത് സ്വാഭാവികമായും ഡോളറാക്കി മാറ്റുന്നതിന് വേണ്ടി പട്ടാമ്പി വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗം മുഹമ്മദ് റഫിയുടെ നേതൃത്വത്തിലാണ് എത്തുന്നത്. അവർ പണം മാറ്റാൻ വേണ്ടി വന്നതാണ്. രഞ്ജിത്ത് എന്ന ഇത്തരത്തിൽ നിരവധി കുഴൽപ്പണ ഇടപാട് കേസിലെ പ്രതിയായ രഞ്ജിത്താണ് പ്രധാനമായും ഇവരെ വിളിച്ചു വരുത്തുന്നതിന് പണം മാറ്റിത്തരാം, ഡോളറാക്കി മാറ്റിത്തരാം എന്ന് പറഞ്ഞ് രഞ്ജിത്താണ് ഇവരെ വിളിച്ചു വരുത്തിയത്. പിന്നീട് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ഇവരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു, പിന്നീട് ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, പണവുമായി കടന്നു കളഞ്ഞു. അപ്പോൾ ഏകദേശം 8ഓളം പേർ ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. 16 ലക്ഷം രൂപ എന്നത് പറയുന്നത് അങ്ങനെ കൊണ്ടു നടക്കാൻ കഴിയുന്നതൊന്നല്ല. വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പണം കൊണ്ടുപോകാൻ കഴിയൂ. അത്തരത്തിൽ ഈ പണം വലിയ രീതിയിൽ കൊണ്ടുവന്നതൊരു കുറ്റമാണ്. പക്ഷേ അതേസമയം തന്നെ വിളിച്ചു വരുത്തി ആക്രമിച്ച് പണം കൈക്കലാക്കി കടന്നു കളഞ്ഞു എന്നതാണ് മറ്റൊരു ക്രിമിനൽ കുറ്റം. ഇങ്ങനെ 2 രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും അക്രമി സംഘത്തിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മാധു, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ജേസൺ പറഞ്ഞതുപോലെ 16 ലക്ഷം രൂപയൊന്നും കയ്യിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല. അങ്ങനെ കൊണ്ടു നടക്കുകയും അത് ഡോളറാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തത് എന്തിനാണ് എന്ന് മറുപടി പറയേണ്ടി വരും. പിന്നെ ഈ പണം കൊണ്ടുവരുന്നത് എങ്ങനെ ഈ സംഘം അറിഞ്ഞു എന്നതൊരു ചോദ്യമാണ്. അവരിത് തട്ടിയെടുക്കാനുള്ള ശ്രമവും ഇല്ലീഗലായ മണിയാകുമ്പോഴാണ് പലപ്പോഴും നമുക്കറിയാം